ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഒരു വിശുദ്ധ ദിനം കൂടെ കാണുവാൻ ഇടയാക്കിയ ദൈവത്തിന് നന്ദി അർപ്പിക്കാം. ഇന്നത്തെ നമ്മുടെ വായന ഭാഗം സങ്കീർത്തനങ്ങൾ 106 മുതൽ 108 വരെ. ഇന്നത്തെ കുറിവാക്യം 2 രാജാക്കന്മാർ 11 അധ്യായം 3 വാക്യം. എന്നാൽ അഥല്യ ദേശം വാണു. ആഹാബ് ഇസബേൽ ദമ്പതികളുടെ മകളും ഇസ്രായേൽ രാജാവായ യഹോരാമിൻ്റെ ഭാര്യയുമായിരുന്നു അഥല്യ. ഈ പേരിൻ്റെ അർത്ഥം യഹോവ ഉയർന്നിരിക്കുന്നു എന്നതാണ്. അഥല്യ ഇസ്രായേൽ രാജാവായ ഒമ്രിയുടെ പൗത്രിയും ആയിരുന്നു എന്ന് 2 രാജാക്കന്മാർ 8 അധ്യായം 26 വാക്യത്തിൽ പറയുന്നു. അഥല്യയുടെ ഭർത്താവായ യഹോരാം രാജാവിൻ്റെ 8 വർഷത്തെ ഭരണത്തിനു ശേഷം കഠിനമായ ദീനം പിടിപെട്ട് മരണമടയുന്നു. കാരണം യഹോരാം ദൈവത്തിൻ്റെ വഴികളെ വിട്ടു ജീവിച്ചതിനാൽ യഹോവ നിന്റെ ജനത്തെയും നിന്റെ മക്കളെയും നിന്റെ ഭാര്യമാരെയും നിന്റെ സകല വസ്തുവകകളെയും മഹാബാധ കൊണ്ട് ബാധിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. എന്നാൽ 2 ദിനവൃത്താന്തം 21 അധ്യായത്തിൻ്റെ 15 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: നിനക്കോ ദീനത്താൽ നിന്റെ കുടൽ കാലക്രമേണ പുറത്തു ചാടും വരെ കുടലിൽ വ്യാധി പിടിച്ച് കഠിന ദീനമുണ്ടാകും എന്ന് അവിടെ പറയുന്നു. ദൈവത്തിൻ്റെ വഴികളെ വിട്ടു ജീവിച്ചതിനാലാണ് ഇപ്രകാരം ഒരു ബാധ ആ കുടുംബത്തിന് ഉണ്ടാകുന്നത് എന്ന് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ അഥല്യയുടെ ജീവിതവും ഇത്തരത്തിൽ ദുഷ്പ്രവൃത്തികളാൽ നിറഞ്ഞതായിരുന്നു. യഹോരാമിൻ്റെ മരണശേഷം മകനായ അഹസ്യാവ് രാജ്യഭാരം ഏറ്റെടുക്കുകയും ചെയ്തു. എന്നാൽ 1 വർഷത്തെ ഭരണത്തിനു ശേഷം യേഹു അഹസ്യാവിനെ വധിക്കുകയും ചെയ്യുന്നു. അങ്ങനെ തൻ്റെ മകനും കൊല്ലപ്പെട്ടു കഴിയുമ്പോൾ അഥല്യ മഹാറാണിയായി യഹൂദായുടെ രാജഭരണം ഏറ്റെടുക്കുന്നു. തുടർന്ന് അഥല്യ ബാലിൻ്റെ ആരാധന യഹൂദായിൽ നടപ്പിലാക്കുന്നു. ബാലിന് ക്ഷേത്രങ്ങൾ പണിയുകയും പ്രധാന പുരോഹിതനായി മദ്ദാനെ നിയമിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അഥല്യയുടെ ദുർഭരണം 6 വർഷം നീണ്ടു നിൽക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. ദൈവത്തെ മറന്ന ഒരു ഭരണാധികാരിയായിട്ടാണ് അഥല്യ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. അതിലൂടെ രാജ്യം വിഗ്രഹാരാധനയും ജനങ്ങളുടെ അസന്മാർഗികതയും കൊണ്ട് നിറയുന്നു. മാത്രമല്ല, ഭരണം കയ്യേറ്റ അഥല്യ തൻ്റെ ഭരണം നിലനിർത്തുന്നതിനായി അവരുടെ എതിരാളികളെന്ന് കരുതിയ ദാവീദ് വംശജരെ എല്ലാം കൊന്നൊടുക്കുന്നു. എന്നാൽ അഥല്യയെക്കുറിച്ച് ഇപ്രകാരമാണ് വേദപുസ്തകം ചൂണ്ടിക്കാണിക്കുന്നത്: ആഹാബിൻ്റെയും ഇസബേലിൻ്റെയും ദുഷ്ടത മുഴുവൻ ഈ സ്ത്രീയിലും ദർശിക്കുവാനായിട്ട് സാധിക്കുമെന്ന്. പ്രിയമുള്ളവരെ, ഈ വിശുദ്ധ ദിവസത്തിൽ സദൃശവാക്യം 28 അധ്യായം 13 വാക്യത്തിൽ തിരുവചനം നമ്മളോട് പറയുന്നു: തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും എന്ന്. ഇവിടെ താൻ ചെയ്യുന്ന ലംഘനങ്ങളും അനീതികളും ഒന്നും മനസ്സിലാകാതെ ജീവിക്കുന്ന അഥല്യയെയാണ് നാം കണ്ടത്. എന്നാൽ ഈ പകൽക്കാലം നമ്മെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. എൻ്റെ ബലഹീനതകൾ, പോരായ്മകൾ, കുറവുകൾ, എൻ്റെ ലംഘനങ്ങൾ, ഇവയെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഏറ്റുപറഞ്ഞ് അതിനെ ഉപേക്ഷിക്കുവാൻ തയ്യാറായാൽ തീർച്ചയായും ദൈവസന്നിധിയിൽ നിന്നും നമുക്ക് കരുണ ലഭിക്കും. അപ്രകാരം ദൈവസന്നിധിയിൽ നിന്ന് കരുണ പ്രാപിക്കുന്നവരായി തീരുവാൻ ദൈവം നമ്മെ ഏവരെയും ശക്തീകരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങളുടെ ലംഘനങ്ങളെ ഏറ്റുപറയുവാൻ, അതിലൂടെ അങ്ങയുടെ കരുണ അനുഭവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.